ഹലോ, എന്നാണ് വിശേഷങ്ങൾ എല്ലാവർക്കും? നമുക്കിന്ന് യമ്മി ഈസി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലൊക്കെ തന്നെ ഒരു ചെറുപഴം കഴിക്കുക, അല്ലെങ്കിൽ ഒരു മാങ്ങ ഉണ്ടായത് പുളി കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെയൊക്കെ കിട്ടുന്ന എല്ലാ ആപ്പിൾ ഓറഞ്ച് അതെല്ലാം കഴിച്ച് മടുത്തു. അപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ മേടിക്കാമെന്ന്. പൈനാപ്പിൾ മേടിച്ച് കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചു, എന്നാൽ ഒരു പൈനാപ്പിൾ പുഡിംഗ് ആക്കിയാലെന്താ? കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ഇഷ്ടപ്പെടും, അവർക്ക് വളരെ എമ്മിയായിട്ട് കഴിക്കാനൊക്കെ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ പൈനാപ്പിള്, 1 കപ്പ് ഷുഗർ, ഡബിൾ ക്രീം, ജലാറ്റിൻ, ഒരു സാദാ കപ്പിന് 1/2 കപ്പ് മിൽക്ക്, ഒരു പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ ഷുഗറും ഇടുക. എന്നിട്ട് ചെറിയ തീ വെച്ച് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് മൂടി വെച്ച് വേവിക്കുക. നല്ലതായിട്ട് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ അതിനകത്തു നിന്നുള്ള ജലാംശങ്ങളെല്ലാം ഇറങ്ങി നല്ലൊരു സോഫ്റ്റായിട്ട് പൈനാപ്പിൾ മാറും. ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നല്ലതായിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തീ കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ അധികം വേവത്തില്ല, പക്ഷെ വെള്ളമെല്ലാം വറ്റിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി ജസ്റ്റ് ഒരു ജലാറ്റിൻ, അതിന് 1 സ്പൂൺ ജലാറ്റിനാണ് ഞാൻ ഇട്ടത്. അതോടെ ഇട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലിഡ് വെച്ച് ചെറു തീയിൽ വേവിച്ച് അതിൻ്റെ പൈനാപ്പിളിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഏകദേശം ആകുമ്പോൾ അതിനകത്തോട്ട് പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം തീ ഓഫ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. നല്ലതായിട്ട് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമ്മുടെ ഒരു മോൾഡോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെയറോ അതിനകത്തോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്രീസ് ചെയ്ത് 2 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം എടുത്ത് മുറിച്ച് നമുക്ക് കഴിക്കാം. വളരെ യമ്മിയാണ്. ട്രൈ ചെയ്യണേ.